വിജിൻ വലിയ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ കേരളം രചിച്ച വിജയഗാഥ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു. സാൻ ഫെർണാണ്ടോ താണ്ടിയ കടൽ ദൂരങ്ങൾ പോലെ തന്നെയായിരുന്നു കേരളം ഈ പദ്ധതി നടപ്പിലാക്കുവാൻ നടത്തിയ യത്നങ്ങൾ. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിച്ച വലിയ പ്രതിസന്ധികൾക്കിടയിലും കേരളം വലിയൊരു വിജയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. കേരള ചരിത്രത്തിലെ വികസന അധ്യായത്തിലെ പുതിയൊരു ഏടിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറയുകയും ചെയ്തു. ഇത് ട്രയൽ റൺ എന്ന് പറയുന്നത് ഒരു ട്രയൽ മാത്രമാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അതതിൻ്റെ ഓപ്പറേഷൻ ഘട്ടത്തിലാണെന്നാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത്. അന്താരാഷ്ട്ര ലോബികൾ അടക്കമുള്ളവർ ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമങ്ങൾ നടത്തി. ചില സ്ഥാപിത താൽപ്പര്യക്കാർ ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഏതായാലും ഈ പദ്ധതി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. എങ്ങനെയായിരുന്നു ഇന്ന് പ്രൗഢഗംഭീരമായ ചടങ്ങ്, ആ ചടങ്ങിൻ്റെ വിശേഷതകൾ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അദാനി പോർട്ടിൻ്റെ MD കരൺ അദാനി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ. സിജു, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ആദ്യ വാചകം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നമ്മൾ അതും നേടിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൻ്റെ ആദ്യ വാചകമായി പറഞ്ഞത്. എന്തായാലും ആ വലിയ തരത്തിൽ കാലങ്ങളായി നമ്മൾ ഒരു പ്രതീക്ഷയോടെ കണ്ട നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്ന വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളും എല്ലാം ചേർന്ന് ഈ പോർട്ടിൻ്റെ അടുത്തെത്തി, ഈ കപ്പലിൻ്റെ അടുത്തെത്തി ഇതിനെ സ്വീകരിച്ച് ആനയിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങളും കൃത്യമായി എടുത്ത് പറഞ്ഞത്. വികസനത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറാൻ പോവുകയാണ്, പുതിയൊരു വികസന ചരിത്രം എഴുതാൻ പോവുകയാണ് കേരളം വിഴിഞ്ഞം തുറമുഖത്തിലൂടെ എന്ന കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സംസ്ഥാന സർക്കാർ ചെയ്തു നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ കരൺ അദാനി നൽകിയ, ഈ അദാനി ഗ്രൂപ്പ് നൽകിയ സേവനത്തിലുള്ള നന്ദിയും മുഖ്യമന്ത്രി അറിയിച്ചു. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം എത്ര രൂപ ചെലവഴിച്ചാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്ന കാര്യം വ്യക്തമായി മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ആളുകൾക്കുള്ള നന്ദിയും മുഖ്യമന്ത്രി അറിയിച്ചു. ഒപ്പം തന്നെ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെ പ്രതിസന്ധിയെ തരണം ചെയ്താണ് നമ്മൾ ഇന്ന് ഇത് യാഥാർത്ഥ്യമാക്കിയ നിലയിലേക്ക് എത്തിയത് എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഈ പരിപാടിയിൽ സംസാരിച്ച കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി വ്യക്തമാക്കിയത് കേരളത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു വിജയമാണ്, അതാണ് തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസംഗം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് അത് സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കരൺ അദാനി വ്യക്തമാക്കിയത് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ച പിന്തുണ വളരെ വലുതാണ്. എന്തായാലും ഇന്ന് ഇവിടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ ദിവസം ഏറ്റവും ആധുനികമായ തുറമുഖം ലോകത്ത് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യമാണ് ഇന്നത്തെ ദിവസം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്നാണ് കരൺ അദാനി വ്യക്തമാക്കിയത്. മന്ത്രി VN വാസവൻ, ഒപ്പം തന്നെ V ശിവൻകുട്ടി, KN ബാലഗോപാൽ, ഒപ്പം തന്നെ GR അനിൽ, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയ നിരവധി പ്രമുഖർ, സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ഇന്നത്തെ ദിവസം കേരളത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പദ്ധതി നടപ്പിലായപ്പോൾ വലിയ തരത്തിലുള്ള വാദകോലാഹലങ്ങൾ പ്രതിപക്ഷമടക്കം നടത്തുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ഈ പദ്ധതി എതിർക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ള വലിയ വാദമുഖങ്ങൾ, വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ ഭംഗ്യന്തരേണ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അഴിമതിയും ചൂഷണവും ഉണ്ടാകരുത് എന്ന കാര്യമാണ് അന്ന് തുടരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത്. മാത്രമല്ല, ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും അന്ന് മുതലേ തന്നെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമായിരുന്നു, പദ്ധതി വേണം, പദ്ധതിയുടെ മറവിൽ ഒരു അഴിമതിയും നടക്കരുത് എന്ന് തന്നെയാണ്. അക്കാര്യം മുഖ്യമന്ത്രി എടുത്ത് വ്യക്തമാക്കുകയും ചെയ്തു.
തീർച്ചയായും സിജു, ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്തായാലും ഈ പല പ്രതിസന്ധികളിലൂടെയാണ് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഒപ്പം തന്നെ മനുഷ്യ സഹജമായ എതിർപ്പുകളും ഒക്കെ ഒരുപാടുണ്ടായി. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ തുടർ നടപടികൾ വീണ്ടും വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരുപാട് എതിർപ്പുകൾ പല മേഖലകളിൽ നിന്നും ഉണ്ടായിരുന്നു. പലതവണ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുള്ള സമരം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇക്കാര്യങ്ങൾ മുഴുവനായും ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി ഏറ്റവും പ്രത്യേകമായി പറഞ്ഞത് നമ്മുടെ വികസന കാര്യത്തിലെ ഒരു പുതിയ ചുവടുവെപ്പായി മാറും വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യമാണ്. ഇതും നമ്മൾ നേടിയിരിക്കുന്നു. ഇനിയുള്ളത് വികസനത്തിൽ വിഴിഞ്ഞം വഴിയുള്ള വികസന മുന്നേറ്റമാണ് എന്ന കാര്യവും എടുത്തു പറഞ്ഞു. പോർട്ട് പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ അത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു വികസന മാതൃകയായി ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് മാറുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി.